ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ? എന്തൊക്കെയുണ്ട് പെരുന്നാൾ വിശേഷങ്ങൾ? ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായി വരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഞാൻ പെരുന്നാൾക്ക് ബീഫ് ബിരിയാണി വെച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. എന്നാൽ നമുക്ക് ബിരിയാണി വെക്കാൻ തുടങ്ങിയാലോ? 2 കിലോ അരിയാട്ടോ ഞാൻ വെക്കുന്നത്. അതിലേക്ക് 2 കിലോ സവാള അത് നന്നായി വഴറ്റിയിട്ടേ, പകുതി എടുത്തിട്ട് നമുക്ക് വഴറ്റിയിട്ട് നല്ലോണം ഇളം ഗോൾഡൻ കളറാക്കിയിട്ടേ അത് കോരിയെടുക്കട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ ഗ്രേവിക്ക് വേറെ എടുത്തേക്കാം. പകുതി എടുത്തിട്ട് നമുക്ക് ഗോൾഡൻ കളറാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യും സൺഫ്ലവർ ഓയിലും ഇട്ട് ഒഴിച്ചിട്ട്, വെറും നെയ്യല്ല, രണ്ടും കൂടെയാണ്. അത് നന്നായി വഴറ്റിയെടുക്കട്ടോ. നമുക്ക് നന്നായി വഴറ്റിയെടുത്തിട്ടേ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. നിങ്ങൾ ബീഫ് കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ബിരിയാണി വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു കളറാകുമ്പോൾ നമ്മൾ കോരി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാട്ടോ, സവാള വഴറ്റിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ആദ്യം തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തെടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വറുത്തൊന്ന് കോരി, കരിഞ്ഞു പോകാതെ കോരിയെടുക്കണം കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. ബീഫ് ഞാൻ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടേ, കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളകും പൊടി ഇട്ടിട്ടേ കുക്കറിൽ 5-6 വിസിലേറ്റി നല്ലോണം വേവിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഇരിക്കേണ്ടത് ഇതാണ്. മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടേ ബീഫ് കഴുകിയ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയ വെള്ളത്തിൽ നിന്ന് തന്നെ വെള്ളം വരും. ഒരു 5-6 വിസിൽ വന്നിട്ട് നല്ലോണം വെന്തിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കട്ടോ. ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള സവാള, ഒരു 6-7 തക്കാളി, പച്ചമുളക് ഒക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ വഴറ്റി നെയ്യിൽ വഴറ്റിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കട്ടോ. പിന്നെ നമുക്ക് തൈര് ഒഴിക്കാം, മല്ലിച്ചപ്പിടാം, ഗ്രേവിക്കുള്ള കേട്ടോ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ച ബീഫായി ഇട്ട് കൊടുക്കട്ടോ. അത് കുറച്ച് നേരം ചെറിയ തീയിലാന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുക. പച്ചമുളക് നല്ലോണം ചതച്ചിടണം കേട്ടോ. ഞാൻ അതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല, പച്ചമുളക് ഇട്ടിടണം. ഇനി തൈര് ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫായി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം 5-10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കട്ടോ. ചെറിയ ഫ്ലെയിം കുറച്ചിട്ട് മല്ലിയും പുതിനയും ചതച്ചത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ ഇളക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് ഒക്കെ ചതച്ച് വെക്കുക, സവാള അരിഞ്ഞ് വെക്കുക, തക്കാളി അരിഞ്ഞ് വെക്കുക. ഇതൊക്കെ ഒരുക്കി വെച്ചാൽ അരി കഴുകി വാർത്ത് വെക്കുക, ഇറച്ചി വേവിച്ച് വെക്കുക. ഇതൊക്കെ ഒരുക്കി എളുപ്പം ഉണ്ടാക്കാം കേട്ടോ ബിരിയാണി. നമുക്ക് വേവിച്ച് വെച്ച ബീഫായി ഇട്ട് കൊടുക്കട്ടോ. ഇത് നല്ലോണം ഇളക്കിയിട്ടേ, ബീഫൊക്കെ ആദ്യം വെന്തതാണല്ലോ. ഇനി മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടോ. ചെറിയ ഫ്ലെയിം ചെറുതാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതിങ്ങനെ ഇതിൽ കടന്നിങ്ങനെ വേകട്ടോ. ഇത് നമുക്ക് ഇനി അരിയൊക്കെ 2 കിലോ അരി നല്ലോണം കഴുകി വാർത്ത് വെക്കണം, വെള്ളമൊക്കെ കളഞ്ഞ്. കുതിരാനൊന്നും വെക്കണ്ട, കുതിർന്നാൽ വേഗം അധികമാകുള്ളൂ. കൈമാ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിക്കണത് ബിരിയാണി വെക്കാൻ. അത് നന്നായി കഴുകി അവിടെ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് തിളപ്പിച്ചൂറ്റാട്ടോ, വറ്റിച്ചൊന്നുമല്ല. തിളപ്പിച്ചൂറ്റാൻ വലിയൊരു ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടേ ഉപ്പിട്ട് കൊടുക്കുക, ചെറുനാരങ്ങയുടെ നീര്, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുക്കുക, കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക, കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുക.
ഇതല്ലേ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുക, ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ചോറ് ഒട്ടാതിരിക്കാനാണ് കേട്ടോ, അരി വെന്തുങ്ങാണ്ട് ഒട്ടാതിരിക്കാനാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചെറുനാരങ്ങൻ്റെ നീരും സൺഫ്ലവർ ഓയിലൊക്കെ ഞാനത് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് വെക്കണം കേട്ടോ, വറ്റിച്ചിട്ടല്ല. വറ്റിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം, നെയ്ച്ചോറ് വെച്ചങ്ങാണ്ട്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അരി ഒട്ടൊന്നുമില്ല, നല്ല വേറിട്ട് നല്ല ഇതിൽ നിൽക്കും, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആയാലും. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ വെച്ചിന്, വെള്ളം തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ട്. കുറച്ച് തോനെ വെള്ളം വെക്കണം കേട്ടോ, കുറച്ച് അധികം വെള്ളം വെക്കണം. അരിയൊക്കെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നല്ലോണം വെട്ടി തിളക്കുമ്പോഴേ പാകത്തിന് ഉപ്പിട്ടിട്ട്, ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ, അപ്പോഴേ ഇതിൽ പിടിക്കുള്ളൂ. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് പോകുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. എളുപ്പം പോകും, അല്ലാതെ പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അങ്ങനെ അരി ഇങ്ങനെ അമരണം, അത്രേ പറ്റുള്ളൂ. വെന്തുങ്ങാണ്ട് ഉടഞ്ഞു പോകാൻ പറ്റില്ല കേട്ടോ. നോക്കി നിൽക്കണം നമ്മളിതിൻ്റെ അടുത്ത് വേഗണുണ്ടോ. പിന്നെ നല്ലോണം വെന്താൽ പിന്നെ അത് കുടുക്ക അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ട് വേണം ചോറ് ഊറ്റാൻ, അല്ലെങ്കിൽ അടിയൊക്കെ വേഗം കയറും, അളിപുളിയാവും. ബിരിയാണി തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല വേഗം കയറിയാൽ. എന്നാൽ വേഗമെല്ലാം വേണേനും അങ്ങനെ കേട്ടോ. ഒരു 90% വേകണം, പിന്നെ 10% പിന്നെ ചെറിയ തീയിൽ ദമ്മൊന്നിട്ട് വെക്കും. തീയൊന്നും ഉണ്ടാവില്ല, തീയൊക്കെ എടുത്തിട്ട് ആ ആവിയിൽ കടന്നിട്ടൊന്ന് സെറ്റാകണം. ആ മസാലയും ചോറും ഒന്ന് ഇട്ട് വെന്തിട്ടോ. ഇനി നമുക്ക് മസാലയൊക്കെ ഇങ്ങനെ അടിയിൽ നിരത്തിയിട്ട് ചെമ്പിലേ മേലെ ചോറ് ഊറ്റിയിട്ട് കൊടുക്കാം. ചോറിങ്ങനെ വെള്ളമൊക്കെ വാർത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അണ്ടി മുന്തിരിയും വറുത്ത് ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. ചോറ് ഊറ്റിയതിൻ്റെ മുകളിലിട്ട് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അങ്ങോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കട്ടോ. ദം ചെയ്യാണ് നമ്മളിപ്പോൾ. ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമുക്ക് സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അണ്ടി സവാള അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ദം ചെയ്യുക, ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട്. അടിപൊളി ബിരിയാണിയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി. ഒരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ എടുത്തിട്ട് വെറുതെ അടച്ചാൽ മതി. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.